ഇന്ന് നമ്മൾ പഠിക്കുന്നത് എവർ സിൻസ് എന്ന ഒരു ചെറിയ വാക്കാണ് കേട്ടോ. എവർ സിൻസ് എന്ന വാക്കിന്റെ അർത്ഥം ആ സമയം മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ എന്നാണ് അർത്ഥം. എഴുതി വെക്കൂ, ആ സമയം മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ. എവർ സിൻസ്. എവർ സിൻസ് ഹി ഡൈഡ്, അവൻ മരിച്ച അന്നു മുതൽ. എവർ സിൻസ് ഹി ഡൈഡ്, പാസ്റ്റ്, അവൻ മരിച്ച ആ സമയം മുതൽ അവർ ദയർ സഫറിങ്, എന്തു തുടങ്ങി? ബുദ്ധിമുട്ടുകൾ. ദയർ സഫറിങ് ബിഗാൻ, ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അപ്പൊ എന്താ ഉപയോഗിച്ചത്? എവർ സിൻസ് ഹി ഡൈഡ്, അവന്റെ മരണം മുതൽ, അവൻ മരിച്ച അന്നു മുതൽ അവരുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. എവർ സിൻസ് ഹി മൂവ്ഡ് ടു ദ സിറ്റി. വാട്ട് ഇസ് ദ മീനിങ്? അവൻ സിറ്റിയിലോട്ട് പോയ അന്ന് മുതൽ ഹി ഹാസ് ബീൻ വെരി ഹാപ്പി, അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഹാസ് ബീൻ്റെ ഉപയോഗമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഈ എവർ സിൻസിന്റെ മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. എവർ സിൻസ് ഹി മൂവ്ഡ് ടു ദ സിറ്റി, സിറ്റിയിലോട്ട് മൂവ് ചെയ്ത അന്നു മുതൽ ഹി ഹാസ് ബീൻ വെരി ഹാപ്പി, അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. എവർ സിൻസ് ഐ ലേൺഡ് ടു കുക്ക്, പഠിച്ച അന്ന് മുതൽ. എവർ സിൻസ് ഐ ലേൺഡ് ടു കുക്ക് ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ഡെലീഷ്യസ് ഫുഡ്, ഞാൻ നല്ല ഭക്ഷണവും കഴിച്ചു തുടങ്ങി. അന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് തുടങ്ങിയത്? പഠിച്ച അന്നും മുതൽ ഞാൻ ഇപ്പോഴും എന്താണ്? ഡെലീഷ്യസ് ഫുഡാണ്, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അവിടെ നമ്മൾ ഹാസ് ബീനും ഹാവ് ബീനുമാണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്കറിയാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടെൻസിനെ കുറിച്ചൊന്നും പിന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. ടെൻസ് നിങ്ങൾ പഠിക്കുക. ടെൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എവർ സിൻസിന്റെ ഉപയോഗം മാത്രമേ ഇവിടെ പറഞ്ഞു തരേണ്ടതുള്ളൂ. എവർ സിൻസ് ഐ ലേൺഡ് ടു കുക്ക് ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ഡെലീഷ്യസ് ഫുഡ്. എവർ സിൻസ്, അന്നു മുതൽ. എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്ന അന്നു മുതൽ. എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്, അന്നു മുതൽ, ഞാൻ കുട്ടിയായിരുന്ന അന്നു മുതൽ എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമുണ്ട്. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ട്. ഐ ഹാവ് ലവ്ഡ് റീഡിങ്. എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ് ഐ ഹാവ് ലവ്ഡ് റീഡിങ്. എനിക്ക് ഇപ്പോഴും ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. സോ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഹാവ് ആണ്. അന്നു മുതൽ. എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്. ഇനി നിങ്ങളൊരു സെന്റൻസ് പറയൂ. അവള് വന്ന അന്നു മുതൽ ഇന്ന് വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. വന്ന അന്നു മുതൽ ഇന്ന് വരെ എന്നും ഈ എവർ സിൻസിന് അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ അവളെ കണ്ടിട്ടില്ല. എങ്ങനെ പറയും? എവർ സിൻസ് ഷീ കെയിം, വന്ന അന്നു മുതൽ ഞാൻ കണ്ടിട്ടില്ല. ഐ ഹാവിൻഡ്. ഇതൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മുടെ പെർഫെക്റ്റ് ടെൻസിന്റെ ലിങ്ക് ഇവിടെ തരാം കേട്ടോ. നിങ്ങൾ അത് കേട്ട് പഠിക്കുക, എന്നാലേ പെർഫെക്റ്റ് ടെൻസ് മനസ്സിലാവുള്ളൂ. ഐ ഹാവിൻഡ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടില്ല. എവർ സിൻസ് ഷീ കെയിം, അവൾ വന്ന അന്നു മുതൽ ഐ ഹാവിൻഡ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടില്ല. മനസ്സിലായല്ലോ? എവർ സിൻസ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെൻസ് ആണ് എപ്പോഴും ഉപയോഗിച്ചത്? പാസ്റ്റ് ആണ്, മറന്നു പോകരുത്. പിന്നീട് അവൻ എന്നെ വിളിച്ചിട്ടില്ല. ആ സമയത്തിന് ശേഷം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറയും അന്നേരത്തിന് ശേഷം. എവർ സിൻസ് ദെൻ ഹി ഹാസിൻഡ് കോൾഡ് മീ, എന്നെ വിളിച്ചിട്ടില്ല. ആ സമയത്ത്, അതിനുശേഷം അല്ലെങ്കിൽ ആ സമയത്ത് എവർ സിൻസ് ദെൻ ഹി ഹാസിൻഡ് കോൾഡ് മീ, എന്നെ വിളിച്ചിട്ടില്ല. ആ ആക്സിഡന്റ് കണ്ട ആ നേരം മുതൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. ഇതെങ്ങനെയാ പറയുക? എനിക്ക് ആ ആക്സിഡന്റ് എപ്പോൾ കണ്ടോ അന്ന് മുതൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. ആക്സിഡന്റ് കണ്ട ആ സമയം മുതൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. എങ്ങനെ പറയുക? എവർ സിൻസ് ഐ സോ ദാറ്റ് ആക്സിഡന്റ് ഐ ആം അഫ്രേഡ്, എനിക്ക് പേടിയാണ് ടു ഡ്രൈവ് എ കാർ. Ever since I saw that accident, I am afraid to drive a car. ആ ആക്സിഡന്റ് കണ്ടതിന് ശേഷം എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. എവർ സിൻസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ആ സമയത്ത്, അന്നു മുതൽ എന്ന് പറയാൻ എവർ സിൻസ്. ഇനി നമുക്ക് വേറൊരു സെന്റൻസ് പറയാം. അവൻ പോയ അന്നേരം മുതൽ എനിക്കൊരു സമാധാനവും ഇല്ല.
Ever since he left, I have no peace. Ever since he left, പോയ അന്നേരം മുതൽ, ആ സമയം മുതൽ, ever since he left, I have no peace. എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പൊ ever since എന്തിനാ ഉപയോഗിക്കുന്നത്? ആ സമയത്ത്. എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഹെൽത്ത് നന്നായിട്ട് വരുന്നുണ്ട്. എങ്ങനെ പറയാ? അപ്പോൾ നന്നായിട്ടുണ്ട്, എൻ്റെ ഹെൽത്ത് നന്നായിട്ടുണ്ട്. എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ, ആ സമയം മുതൽ എൻ്റെ ഹെൽത്ത് നന്നായിട്ടുണ്ട്. എങ്ങനെ പറയും? Ever since I started doing exercise, ever since I started doing exercise, my health has improved. നന്നായിട്ടുണ്ട്. Ever since I started doing exercise, my health has improved. അപ്പൊ എവർ സിൻസ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇത് ഇങ്ങനെ കുറേ സെന്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. എവർ സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നു മുതൽ, അല്ലെങ്കിൽ ആ സമയം മുതൽ, ഇങ്ങനെയൊക്കെ അന്നു മുതൽ ഇന്ന് വരെ എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എവർ സിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം കൂടുതലും വരുന്നത് പെർഫെക്റ്റ് ടെൻസിൽ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ പാസ്റ്റ് ടെൻസിലും വരാറുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു റൂൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. സെന്റൻസുകൾ അനുസരിച്ച് മാറും. പക്ഷെ എവർ സിൻസ് എന്ന് ഉപയോഗിക്കുന്ന സെന്റൻസ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എവർ സിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു 3 സെന്റൻസുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന ആ ചെറിയ ചെറിയ വാക്കുകളും ഉപയോഗിക്കണം. ഈ ചെറിയ ചെറിയ വാക്കുകൾ ഇല്ലാതായി പോകുന്നതാണ് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് കിട്ടാണ്ട് പോകുന്നത്, അല്ലെ? കണക്ട് ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് കണക്റ്റിംഗ് വേർഡ്സ് പഠിച്ചു വെക്കണം. ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ഉപയോഗിച്ച് സെന്റൻസുകളെ കണക്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എവർ സിൻസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്കിനി നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.